ഇതെപ്പോഴെങ്കിലും വിനീതേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും സൗഹൃദ സംഭാഷണത്തിൽ ചോദിച്ചിട്ടുണ്ടോ? അവിടെ ആക്ടർ ആവാൻ വേണ്ടി മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് പിന്നെ കുറേ മാഗസിൻസിലൊക്കെ ഫോട്ടോ നോ ഒക്കെ വന്ന ഒരാൾ അവിടെ ഉണ്ടായിട്ടും വൈ ഡിഡ് യു ചൂസ് മീ എന്ന് എപ്പോഴെങ്കിലും ഇല്ല ഇല്ല ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല 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 അത് അങ്ങനെ അറിയാതിരിക്കാനാണ്. ഞാൻ അതുകൊണ്ടല്ല ആ തീരുമാനം കാരണമാണല്ലോ ഇന്ന് ആ. എനിക്കൊരു നോബലിനും കിട്ടി യാ ഇല്ലാത്ത യാ യാ യാ. പക്ഷേ ഞാൻ നേരത്തെ ഇതാ പറഞ്ഞേ ഇത് നമ്മുടെ കയ്യിലല്ല എന്നുള്ളത്. ഇപ്പോൾ വിനീതിന് അന്ന് മേ ബി എൻ്റെ ഹോസ്റ്റലിലെ ഡ്രസ്സിങ് അതായിരുന്നു. ആ. മലർവാടിയിൽ ഇതേപോലത്തെ ടീഷർട്ടും കയ്യിലേക്ക് കൊടുത്താണ് ഞാൻ നടന്നത്. അത് ആയിരിക്കാൻ ചിലപ്പോൾ അദ്ദേഹത്തിന് അത് തോന്നിയത്. ആ. നമുക്ക് ഏതാണ് എനിക്ക് ആ ഉത്തരം അറിയണ്ട. അറിയണ്ട. അത് വേണ്ട, എനിക്കും അറിയണ്ട. ഇപ്പൊ അയച്ചേട്ടൻ വന്ന സമയത്ത് കുറച്ചൊക്കെ ശരീരം കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫിസിക്കൽ തിയേറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഫിസിക്കലിയും കൂടെ ഇനാക്ട് ചെയ്യുന്ന കോമഡികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലൗഡ് ബട്ട് വെരി ക്യൂട്ടായിട്ടുള്ള കുറേ പെർഫോമൻസസ് ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മൾ ഡബ്ബിലല്ലാതെ ആസ് ഇൻ നമ്മൾ ഡബ്ബിൽ കുറച്ച് എക്സ്ട്രാ ഡയലോഗ്സ് ഇടുന്ന അങ്ങനെ നമ്മൾ ഹ്യൂമറും കോമഡിയൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ്. അവിടുന്ന് ഇപ്പോൾ സിങ് സൗണ്ടായി അയച്ചേട്ടൻ കുറച്ചും കൂടെ വ്യത്യാസമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എവിടെയാണ് ഇതിനൊരു ഒരു ഒരു ലൈൻ ഡ്രോ ചെയ്തിരിക്കുന്നത്? എങ്ങനെയാ അത് മനസ്സിലാവുക? ഇത് ഞാൻ കുറച്ച് ലൗഡായിട്ട് ചെയ്യണം എന്നോ അല്ലെങ്കിൽ ഇത് ഞാൻ കുറച്ച് സട്ടിലായിട്ട് ചെയ്യണം എന്നോ ഒക്കെ എങ്ങനെയാണ് മനസ്സിലാവുക? കുറേ മാറ്റങ്ങൾ വന്നില്ലേ ഓൺ സെറ്റ് ആണെങ്കിലും? ഹ്യൂമറിൻ്റെ അക്സെപ്റ്റൻസിലും പെർസെപ്ഷനിലും മാറ്റമുണ്ട് ആ. പ്രേക്ഷകരിൽ. ആ. അത് തന്നെയാണ് എൻ്റെ ഒരു യാഡ് സ്റ്റിക്ക്. യാ. ഇപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ കൺഫ്യൂഷൻ ഹ്യൂജാണ് ഹ്യൂമറിൽ പ്രത്യേകിച്ച്. ഇപ്പം നമ്മൾ സീരിയസ് ആയിട്ട് ഒരു ഡയലോഗ് പറയുകയാണെങ്കിൽ ഒരു വിഷമത്തിനോ ഒരു ദേഷ്യത്തിനോ ഒരു ഇമോഷൻ അങ്ങനെ തന്നെ ഉള്ളൂ. വേരി ചെയ്യുന്ന ഇമോഷൻ ശരിക്കും ഹ്യൂമറില്ല അല്ലേ? ദേഷ്യപ്പെടുന്നതിന് എപ്പോഴും ഒരാളോട് നമുക്ക് ദേഷ്യപ്പെടണമെങ്കിൽ ഒരു 3 രണ്ട് മീറ്ററുണ്ട്. നമുക്ക് അതെ ആ. അല്ലേ, ഒരാളോട് ദേഷ്യപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കിക്കാം. അതെ. എനിക്ക് താങ്കളോട് ദേഷ്യമാണ്, ആ. എനിക്ക് സങ്കടമാണെന്നുള്ളത് നമുക്ക് കരയുന്നതിൽ നമുക്ക് ഒരു സേഫ്റ്റി അതെ അതെ സേഫ് മീറ്റർ. തീർച്ചയായിട്ടും. ഹ്യൂമറിന് ആ സേഫ്റ്റി ഇന്ന് എനിക്കറിയില്ല. ആ. അതുകൊണ്ട് ഞാൻ ഡയറക്ടേഴ്സിൽ തന്നെ ഡിപ്പെൻഡഡ് ആണ്. ഉം. പിന്നെ ഇന്ന് അങ്ങനത്തെ വേഷങ്ങൾ കുറഞ്ഞു. യെസ്. ഇപ്പം അങ്ങനത്തെ ഞാൻ പിന്നെയും ചെയ്യുന്ന പരസ്യത്തിലാണ്. അവിടെ പരസ്യത്തിൽ അങ്ങനെ ചാൻസ് കിട്ടുമ്പം ആ. ഞാൻ അത് എൻജോയ് ചെയ്ത് ചെയ്യാറുണ്ട്. കാരണം പരസ്യത്തിൽ ഇപ്പോൾ ആരും ക്രിട്ടിസൈസ് ചെയ്യില്ല. പേരെടുത്ത് പറഞ്ഞാൽ ഇപ്പം മാത്തുക്കുട്ടി ഡയറക്റ്റ് ചെയ്ത 1-2 ഓണമൊക്കെ വരുമ്പോൾ വരുന്ന ആ. പരസ്യങ്ങളുണ്ട്. ആ. അതിലൊക്കെ വൻ കുറച്ച് ഓവറാക്കി ആ കൊതി അങ്ങ് അത് തീർക്കും. തീർക്കും. അതിലേതായാലും റിവ്യൂവേഴ്സ് തൽക്കാലം ഒന്നും പറയില്ലല്ലോ. ശരിക്ക് അജിച്ചേട്ടന് അസൂയ തോന്നാറേ ഇല്ല ആളുകളുടെ അടുത്ത്. ബിക്കോസ് വളരെ ജനറസ് ആയിട്ട് കോംപ്ലിമെന്റ്സ് കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് സിനിമ ഉണ്ടല്ലോ, സിനിമ ഇല്ലെങ്കിൽ അസൂയ തോന്നും. വരുമല്ലോ, തോന്നിയേനെയും. ബിക്കോസ് എനിക്ക് എല്ലാരെയും ശ്രദ്ധിക്കുന്നതായിട്ടും ഒന്നാമത് ഇപ്പൊ നമ്മൾ ഇല്ല, ഞാൻ ഇതൊക്കെ കിട്ടുന്നൊരു അവസരം ഞാൻ ഒരുപാട് ഡിപ്പെൻഡഡ് ആണ് മറ്റുള്ളവരിൽ നിന്ന്. അവരെ കോപ്പി അടിക്കുക, ബേസിൽ ചെയ്ത സാധനം ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും ചെയ്യും വിചാരിക്കാത്തൊരു സ്ഥലത്ത് പറ്റിയാൽ. ഇപ്പോൾ ബേസിലിൻ്റെ ചില സാധനങ്ങൾ ദിലീപേട്ടന് ഇൻസ്പയർഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു കോപ്പി അടിയെന്നല്ലേ ഞാൻ പറയാം, ഇൻസ്പയർഡ്. അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഷെർഫുക്കിനെ തോന്നലുണ്ട് അങ്ങനെ. ഉണ്ട് ആ. ഉണ്ട്. ഞാൻ തന്നെ പലരിൽ നിന്നും നമ്മൾ ഇൻസ്പിറേഷൻ അതെ, ഓഫ് കോഴ്സ്. യാ യാ. ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്ന പോലെ ഞാനത് ഫീൽ ചെയ്യാറുള്ളൂ. നമ്മളിപ്പോൾ ഒരു എക്സാമിന് മുമ്പും ലൈബ്രറി പോയി ഒരു ടെക്സ്റ്റ് നോക്കുന്നത് തെറ്റാണോ? അല്ല, ഒരിക്കലല്ല. നമുക്ക് വായുന്ന് ഉണ്ടാക്കുന്നതിനേക്കാളും എന്തെങ്കിലും നമ്മളെ മനസ്സിൽ പിക്ചേഴ്സ് കാണുമല്ലോ. മിക്ക സമയങ്ങളിലും 90% എനിക്ക് ഷോട്ടിന് മുമ്പ് നിൽക്കുമ്പം എൻ്റെ മനസ്സിൽ ബ്ലാങ്ക് ആണ്. എങ്ങനെ ചെയ്യും എന്നുള്ള ചോദ്യമുണ്ട്. 10% ഓക്കെ, നമ്മൾ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ആവാം. അല്ലാത്ത സമയങ്ങളിൽ ഈ ഡയലോഗ് എല്ലാ ഡയലോഗും പുതിയതല്ലേ, അതെ. ഇതെങ്ങനെ പറയുമെന്നുള്ളൊരു ആശങ്കയുണ്ട്. ആശങ്ക എനിക്ക് പരിഹരിച്ച് തരുന്നത് കേരളത്തിലെ മൺമറഞ്ഞതും ഇന്നുമുള്ള മഹാനടീ നടന്മാരാണ്. ഈ നമ്മൾ